അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ട് അടുത്തതിൻ്റെ അടുത്ത മൺഡേ. ഇവിടെ ക്യാൻറ്റീനിൽ പോവാം. ഈ ടെസ്റ്റ് വല്ലതും അറിയോ? എനിക്കെന്തിനാ അറിയണേ? നിനക്കറിയില്ലേ? എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് പൊട്ടും ഉറപ്പാണ്. സാറ് ക്ലാസ് എടുത്തിരുന്നപ്പോൾ ഞാൻ എന്താ കാട്ടിയതൊന്നും എനിക്കറിയില്ല. പക്ഷെ സാറ് ക്ലാസ് എടുത്തൊന്നും എനിക്ക് ഓർമ്മല്ലേ പോനെ. പൊട്ടും ഇപ്രാവശ്യം. പോടാ, സത്യം എനിക്കൊന്നും അറിയില്ല. ചാപ്റ്ററിൻ്റെ പേര് പോലും എനിക്കറിയില്ല. എടാ സാമദ്രോഹി, നിന്നെ നൻപേ ഞാൻ ഊമ്പിയില്ലേ? മിക്കവാറും ക്ലാസ് എടുത്തപ്പോൾ നീ സാറിന് വായ നോക്കിയിരുന്നുണ്ടാവും. അതാ നിനക്കൊന്നും ഓർമ്മയില്ലാത്ത. ഇനി നമ്മളെന്താ കാട്ടിയ? ഡാടാ ഒന്ന് പൊടിക്കാട്ടങ്ങാനെ. നിനക്ക് ഇടയ്ക്ക് എന്നെക്കാട്ടിയും കൂടുതൽ മാർക്ക് കിട്ടല്ലേ, പിന്നെ എന്തിനാ ജീവനെ കടന്ന് ചിലക്കണേ? അല്ല അങ്ങനെയല്ലല്ലോ, എന്നാലും കോപ്പി അടിക്കാന്ന് പറയണല്ലാതെ അടിക്കണമെന്ന് ഞാൻ കാണില്ലല്ലോ. അതൊക്കെ ഇവിടെ പോയി. അവൻ്റെ പറച്ചിൽ കേട്ടാൻ തോന്നുള്ളൂ എക്സാമിനൊക്കെ അവൻ്റെ 0 ആണെന്ന്. ഇച്ചിലാണ് നമ്മുടെ ക്ലാസ്സിലെ ടോപ്പറോ? അത്രയ്ക്ക് വല്ല ബന്ധങ്ങൾക്കൊക്കെ പോകണോ കാശി? റേഷക്കട പറഞ്ഞ് മണ്ണെണ്ണ വാങ്ങണോ? അറിയാതെ ചക്ക വീണപ്പോൾ മോയിട്ട് ചത്ത് എന്ന് പറഞ്ഞ മാതിരി 2-3 മാർക്ക് കൂടുതൽ വാങ്ങിപ്പോയി. അതിനാണ് ഇപ്പം ഇങ്ങനെ പറയണേ. പറയടെ, ഇനിയും പറയും. ദണ്ണമുണ്ട്, ദണ്ണം. എല്ലാ പരീക്ഷയ്ക്കും മൊത്തം ഒന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞ് എഴുതുന്നത് നിനക്കാണ് 90-95 മാർക്ക്. നിനക്കതിന് കൂടുതലും ഇല്ലേ? അതും റയർ ടൈമിൽ ഇടയ്ക്കൊക്കെ മാത്രം. നിനക്ക് ഞാനൊരു കാര്യം പറയട്ടെ, അത് ഷാർക്കണം നിർത്ത്. നിനക്ക് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് അത് ആദ്യം അംഗീകരിക്കാൻ പഠിക്കും. അതിന് കാരണം ഞാനൊന്നുമല്ല, ഡേവിഡാണ്. ഞാൻ പഠിച്ചിട്ട് എനിക്ക് അവനെന്നെ കൊല്ലും. അതെന്താ ഡേവിഡ് സാർ അത്രക്കുണ്ടാവുക? ടെററാണോ ചോദിച്ചാൽ അവൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ കോളേജ് സ്റ്റുഡൻറ്റാ, സോ പഠിച്ചാൽ മാത്രം മതി എന്നാണ്. അപ്പോൾ പഠിപ്പലും കൂടെ ഇല്ലയെന്ന് അവൻ അറിയുമ്പോൾ ദാറ്റ്. അപ്പോൾ സാറെങ്ങനെ റൊമാൻറ്റിക്കാണോ? അപ്പോൾ പിന്നെ നല്ല റൊമാൻറ്റിക്കാണ്. രാത്രി ബെഡിൽ മാത്രം. അത് കഴിഞ്ഞാൽ അവന് ഞാൻ കറിവേപ്പില മരം എന്നിട്ട് ഇത്ര എറിയന്നെ. ശരിക്കും എന്താണ് ഒരു ഗൂഢാലോചന? അതൊന്നുമില്ല. അപ്പോൾ എന്തായി ആനുവൽ ഡേൻ്റെ പരിപാടികളൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. ഒരൊറ്റ ഡാൻസ് മര്യാദയ്ക്ക് കളിക്കാൻ അറിയില്ല. എടാ ജമിനെ, നീ എന്ത് ഇപ്രാവശ്യം ഒന്നുമില്ലാത്ത? അവനുണ്ടല്ലോ, അവനിപ്രാവശ്യം സോളോ ആണ്. സോളോ. ഓ ഞാൻ ഗ്രൂപ്പ് കളിച്ച് മടുത്ത്. അപ്പോൾ കാശി പാട്ട്, നീ ഡാൻസ്. ആ രാഹുലിനെ വിളിച്ചോട്ടെ, ഓൻ ചിലപ്പോൾ ഉണ്ടാവും. എടാ ഡേവിഡ് സാറ് അമ്മ വിളിച്ചിട്ട് എന്തിനു ഫോൺ എടുക്കാനേ? ഞാൻ കണ്ടില്ല, ഞാൻ ക്ലാസ്സിലേനി. നീ തിരിച്ചു വിളിക്ക്. നിന്നെ കൊണ്ട് പോവാൻ പറഞ്ഞിരിക്കണം എന്നോട്. ഇങ്ങോട്ട്? വീട്ടിലോട്ട്. ഇന്നോ? വേഗം പോയിട്ട് വരാം. ഇവിടെ ചുറ്റിക്കറി നടക്കാതെ ക്ലാസ് കയറിട്ടാ. ബെല്ലടിച്ചിട്ട് കയറാം. നീ ഇന്നും അപ്പം ഉണ്ടാവൂലേ? പൊന്നാലും വന്നെ. പിന്നെ എന്താ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണേ? ഞാനല്ലല്ലോ, അങ്ങനെയല്ല കൊടുക്കണേ. എനിക്കെന്താ? ആക്ച്വലി നിനക്കെന്താ നിൻ്റെ സ്റ്റെപ്പ് ഫാദറിന് ഇഷ്ടമല്ലാത്തത്? സ്റ്റെപ്പ് ഫാദർ ആയതുകൊണ്ടാണോ? ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ സീനൊന്നുമില്ല. വാപ്പ ക്ലാസ് കയറാം. കയറി. എന്നാൽ ശരിയാടാ, ഞാൻ പോവാ. എപ്പോഴെങ്കിലൊക്കെ കയറി വരുമോ? ഉറപ്പില്ല. പൊക്കോ. ജിമിനും കാശിയും കോളേജ് ഹോസ്റ്റലിലല്ല, ബട്ട് ഹോസ്റ്റലിൽ കുറച്ച് ദൂരമുള്ള ഒരു വീട്ടിൽ അവരിനെ റെൻ്റ് കൊടുത്ത് നിൽക്കുകയാണ്. ഇനി ബസ് എപ്പോഴാണ് വരിക? കറക്റ്റ് ടൈമിനാണ് ബൈക്കും പണി തന്നെ. മെടുങ്ങയൊക്കെ വേനിക്കുന്നുണ്ട്. ഇതാരാ? എന്താ മോനെ, ഞാൻ വന്നതൊരു ബുദ്ധിമുട്ടായോ? അങ്ങനൊന്നുമല്ല ആൻറ്റി. ഇത് ആൻറ്റീൻ്റെ വീടല്ലേ, ആൻറ്റിക്കപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. അപ്പം ഞാനിപ്പോൾ വന്നത് വേറൊരു കാര്യം പറയാനാ. അതെന്താ അറിയോ, എൻ്റെ കൊച്ചിനെ മഞ്ഞപ്പിത്തം പിടിച്ചു. അപ്പം ഉണ്ടല്ലോ, നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ പിടിച്ചാലോ? നിങ്ങളുടെ പാരൻസ് നിങ്ങളത്ര വിശ്വാസത്തിലല്ലേ ഇവിടെ കൊണ്ടുവന്നേ. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ വേറെ റൂം നോക്കണമായിരിക്കും നന്നാവുക. അവൾക്കൊന്നൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. അയ്യോ ആൻറ്റി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ഞങ്ങൾക്കിപ്പോൾ എവിടെ നിന്ന് കിട്ടാനാ? എനിക്കും അതറിയാം. പക്ഷെ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഇപ്പോഴത്തെ മഞ്ഞപ്പിത്തൊക്കെ അല്ലേ, എന്താ ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ടാണ് എന്താ ഇപ്പം ചെയ്യുക?
ആൻറ്റി സാരമല്ല, ഞാൻ അവനെയും കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ആ മോനൊന്ന് വേഗം നോക്കിയിട്ട് ഒക്കെ ചെയ്യട്ടോ. ഞാനെന്നാ പോവാട്ടോ. ആ ആൻറ്റി. ഓ ഇന്നാരാണോ കണി കണ്ട്. ഇനിയിപ്പോൾ ജീവനെ വിളിക്കണമല്ലോ ഞങ്ങളെ. ഹലോ, ആടാ പറ. ആടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ആൻറ്റീൻ്റെ മോക്ക് മഞ്ഞപ്പിത്തം പിടിച്ചല്ലോ. ഇപ്പം നമ്മളോട് ഇപ്പോൾ ഇതാ വേറെ റൂം നോക്കാൻ. ഓരോ മോക്ക് മഞ്ഞപ്പിത്തം പിടിച്ചാൽ നമ്മൾ അതല്ലടാ പൊട്ടാ, നമുക്കും കൂടെ പകരുമെന്ന് വിചാരിച്ചു. ഓ അങ്ങനെ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ആ വീടിൻ്റെ പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഞാൻ വരുമ്പോൾ എന്നെ പിക്ക് ചെയ്യാം. പിക്ക് ചെയ്തിട്ട് ഡേവിഡ് സാറ് വിട്ടുക്കോ, ഒന്നും വേണ്ട. പിന്നെ എൻ്റെ വേറെ പ്ലാനൊന്നുമില്ല. പക്ഷെ ഡേവിഡ് സാറ് വീട്ടിലേക്ക് പോകണ്ട. എന്തായാലും നിങ്ങൾ രണ്ടാളടക്കി ഞാനൊരു മാതിരിയാവും. വേണ്ട വേണ്ട വേണ്ട, അത് ശരിയാവില്ല. എന്തായാലും ആ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നിട്ട് നമുക്ക് അപ്പം നോക്കാം. ഡേവിഡ് സാറ് വീട്ടിലേക്ക് പോകണ്ട കേട്ടോ. ആ ശരി ശരി. ആരാ ഇത്? കാശ്യ. നമ്മൾ നിൽക്കുന്ന അവിടെ അല്ലേ, അവിടുത്തെ ഈ ആൻറ്റീൻ്റെ മോക്ക് മഞ്ഞപ്പിത്തം പിടിച്ചാലോ. അപ്പം നമ്മളോട് അവനോട് ഇറങ്ങാൻ പറഞ്ഞു, വേറെ റൂം നോക്കാൻ പറഞ്ഞു. ഓ അപ്പം എന്താ ചെയ്യുന്നു അറിയില്ല. വേറെ റൂം നോക്കണോ? അവൻ നിൻ്റെ വീട്ടിലോട്ട് വരില്ല എന്നാണ് പറയുന്നത്. അതെന്തോ? അത് അവൻ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ ഗിൽറ്റി ഫീൽ ചെയ്യുന്നു. ഓ അങ്ങനെ. അപ്പം എന്താ ചെയ്യുക അറിയില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ജയനെ വിളിച്ചിട്ട് അവനെ പിക്ക് ചെയ്യാൻ പറയും. എന്നിട്ട് അവനോട് പിക്ക് ചെയ്തിട്ട് അവൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിർത്താൻ പറയും. അതൊരു നല്ല ഓപ്ഷനാണ്. അതാകുമ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരും. എന്ത് കാര്യങ്ങൾ? അതൊന്നുമില്ല. അത് ഞാൻ ജയനെ വിളിച്ചിട്ട് തരാം. വന്നല്ലോ, കയറും. എന്താ കയറാൻ? എന്നെ ജിമിനായിട്ട് വിളിച്ചാണോ? ജിമിനോ? താൻ പേനിക്കാണ്ട, താൻ കയറ്, വേറെ വഴിയൊന്നുമില്ലല്ലോ.